ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ ഉപ്പുമാവിൻ്റെ കൂടെയോ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 3 അല്ലെങ്കിൽ 4 ഏത്തയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത ഏത്തയ്ക്കയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഒത്തിരി അങ്ങ് പഴുത്തു പോകല്ലേ, അത് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കണം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ ഒരു 2-3 മിനിറ്റ് എടുക്കും. ഇതുപോലെ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം, ഇല്ല അടിയിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ എല്ലായിടവും നല്ല ഒരുപോലെ വെന്ത് വരും. ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ തുറന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഏത്തയ്ക്ക നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്, വെള്ളവും വറ്റിയിട്ടുണ്ട്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്തത്. ഇനി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇതിന്. നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ വേറെ ഏത് പാനിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒത്തിരി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും. അത് കാരമലൈസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഏത്തയ്ക്കയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഇത് ഒത്തിരി ചേർക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ ഒരു സൈഡിൽ ഒരു 1-2 ടീസ്പൂൺ, പിന്നെ അത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ഏലക്കപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടും തിരിച്ചും മറിച്ചും ഇതുപോലെ വേവിക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം നല്ല വറ്റിക്കഴിഞ്ഞാലേ പഞ്ചസാര കാരമലൈസ്ഡ് ആവുള്ളൂ. ആ കാരമലൈസ്ഡ് ഫ്ലേവർ ഉണ്ടെങ്കിലാണ് ഈ ഏത്തയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതിൻ്റെ ഇടയ്ക്ക് ഷുഗറിൻ്റെ ഒക്കെ കൂടെ കിടന്ന് കാരമലൈസ്ഡ് ആയിക്കോളും. ഇതിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല കാരമലൈസ്ഡ് ആയിട്ട് വരുന്നു. ഇനി അപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ ടേസ്റ്റിയുമാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.